ഈ ഹൈക്കോടതിയിലത്തേക്ക് വീണ്ടും ഒരു സംഘം പ്ലീഡർമാരെ നിയോഗിച്ചായിട്ടൊക്കെ അതിൻ്റെ ഉത്തരവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പല ജില്ലകളിലും അവിടെ ജില്ലാ കോടതികളിലേക്കുള്ള പ്ലീഡർമാരെ സർക്കാർ നിയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിക്തഫലമാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ വീട്ടിന് മുന്നിൽ ED ആക്രമിച്ച കേസിലെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നത്. അത് 9ാം പ്രതി ഹരീഷ് കുമാറിനാണ് തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിനകത്ത് വളരെ ഗൗരവകരമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി അറിയാമല്ലോ, പഴയ സഭ നേതാവായിരുന്നു. ഗീനാകുമാരിയാണ് എനിക്ക് തോന്നുന്നത് ഈ SFIയുടെ സമരമുഖങ്ങളിലെ ആദ്യത്തെ ഒരു പെൺകരുത്തായിട്ട് വെളിയിൽ വന്ന ഒരാളെന്ന് പറയുന്നത് ഈ ഗീനാകുമാരിയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്താണ്. അതെ, അപ്പം അന്ന് ഒരിക്കൽ പോലീസ് മർദ്ദനത്തിൽ, അതിക്രൂരമായ പോലീസ് മർദ്ദനം, കൈയൊടി തലയിൽ അടിച്ചു കീറിയിട്ട് ഇവരുടെ ആ 1ാം പേജിൽ പടം വന്ന് ഓർക്കുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു SFIയുടെ മുതിർന്ന നേതാക്കൾ രാജീവൊക്കെ അന്ന് നേതാക്കളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഗീനാകുമാരി അതോടെയാണ് പ്രശസ്തയാണ്. എന്നാൽ ഈ ഗീനാകുമാരി പിന്നീട് ഗീനാകുമാരിയെ നമ്മൾ കണ്ടിട്ടില്ല. ഈ അന്നത്തെ ഈ ഒരു സമരത്തിന് ശേഷം ഗീനാകുമാരിയുടെ പേര് പലയിടത്തും പരാമർശിച്ചിട്ട് പോകുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അവരെ കണ്ടിട്ടില്ല. അവരെ പിന്നീട് അവർ പിന്നെ വക്കീലായി പ്രോസിക്യൂട്ടറാക്കി. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ ഹരീഷ് കുമാർ എന്ന് പറയുന്ന 9ാം പ്രതിക്ക് ഈ ജാമ്യം കിട്ടുമ്പോൾ പ്രോസിക്യൂട്ടർ ഈ ഗീനാകുമാരിയാണ്. അതായത് കഴിഞ്ഞ ഇടത് സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂട്ടറാണ്. അവരുടെ കാലാവധി കഴിഞ്ഞു, ഓൾറെഡി കഴിയുന്നു. ഇപ്പം ഉടനെ തന്നെ കഴിയും. അവർ ഈ സ്ഥാനത്തു നിന്ന് തന്നെ മാറാൻ പോവുകയാണ്. പക്ഷേ അവർ കോടതിയിൽ സ്വീകരിച്ച നിലപാട് പക്ക രാഷ്ട്രീയ നിലപാട് ആയിരുന്നു എന്ന് വേണം പറയാൻ. ആയിരുന്നല്ലോ. അവർക്ക് അതിൽ കുഴപ്പമില്ല. അയാൾ ജാമ്യം കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ എതിർപ്പുണ്ടോ? എതിർപ്പില്ല. ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞു, സ്വാഭാവികം മാത്രം. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് ജാമ്യം കൊടുക്കരുത്, സ്വാഭാവികം. ഈ റിപ്പോർട്ടിനനുസരിച്ച് വേണം പ്രോസിക്യൂട്ടർ പെരുമാറാൻ. അതായത് എപ്പോഴും എന്താണ് പ്രോസിക്യൂട്ടറുടെ ചുമതല? പ്രോസിക്യൂട്ടറുടെ ചുമതല സ്റ്റേറ്റിനെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റിനൊരു നിലപാടുണ്ട്. സ്റ്റേറ്റിൻ്റെ നിലപാട് പോലീസ് കൊടുക്കുന്ന ആ നിലപാട് കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചുമതല. നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ പിന്നെ പോലീസിന് കയറി അങ്ങ് അവതരിപ്പിച്ചാൽ അത്രേ ഉള്ളൂ. പ്രോസിക്യൂട്ടർ അതിനുവേണ്ടിയാണ്. പ്രോസിക്യൂട്ടർക്ക് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത ഇത് ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ അത് ഈ കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കും. ഇനിയും പുറത്ത് കിടക്കുന്നുണ്ട് 300ഓളം കണ്ടാൽ തിരിച്ചറിയാന്നുള്ള 300ഓളം പേരുള്ളതാണ് പുറത്ത് കിടക്കുകയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പ്രതികൾ, ആദ്യത്തെ പ്രതികളിൽ ഒരാൾ, ഈ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന പാളയം സന്തോഷ്, CPMൻ്റെ നേതാവാണ്. അയാൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ള ഒരു വലിയ ഞെട്ടിക്കുന്ന വിവരം കൂടി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചോണം. ഇത്രയും വലിയൊരു കേസ്, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണത്തിന് വന്നവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ്, ഈ ലോകം മുഴുവൻ കണ്ട ഒരു കേസ്. അതിനകത്ത് പ്രതിയായിട്ടുള്ള ഇയാൾ വളരെ കൂളായി വിദേശത്തേക്ക് കടന്നു. അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് പിണറായി പോലീസാണ് എപ്പോഴും ഇവിടെ ഉള്ളത്. പിണറായി നിയോഗിച്ച പ്രോസിക്യൂട്ടർമാരാണ് കോടതികളിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. പോലീസ് പ്രോസിക്യൂട്ടറും ഒരു പ്രസ്ഥാനക്കാരാണെങ്കിൽ സംഗതി എളുപ്പമായില്ലേ? അത് തന്നെയാണ് സംഭവിച്ചിട്ടില്ല. ജില്ലാ കോടതികളിൽ അടിയന്തരമായി ഈ UDF അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ അവരാളുകളെ നിയമിച്ചില്ലെങ്കിൽ, പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചില്ലെങ്കിൽ ഇത് തന്നെ സംഭവിക്കില്ല. ആലപ്പുഴ നമുക്കറിയാമല്ലോ. ആലപ്പുഴയിൽ ഈ മറ്റേ തലയിൽ പൊട്ടിച്ച രക്ഷാപ്രവർത്തകന്മാർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. അവിടെ പ്രോസിക്യൂട്ടർ LDF അത് പ്രോസിക്യൂട്ടറേക്കാൾ കൂടുതൽ സൂപ്പറായിട്ട് കോടതി പ്രോസിക്യൂട്ടർ കളിക്കുക. അങ്ങനെ കൂടെ വന്നിട്ടാണ് നമ്മൾ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഗീനാകുമാരി അവരുടെ നിലപാട് തന്നെയാണ് ഇയാൾക്ക് ജാമ്യം കിട്ടാനുള്ള കാരണം. അതെ, അപ്പോൾ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു വരുംവരായി നമ്മൾ ചിന്തിച്ചറിയാം. ഇപ്പോൾ ഇയാൾക്ക് ജാമ്യം കിട്ടി, ഇതുവരെ വേറെ ആർക്കും ഈ കേസിനകത്ത് ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഈ ജാമ്യം കിട്ടിയ ഈ ഉത്തരവ് ഉപയോഗിച്ച് ബാക്കി മുഴുവൻ പ്രതികളും കൂളായിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഇത് കോടതി വന്നപ്പം ഇവരുടെ ജാമ്യം തള്ളിയിരുന്നു. മൂന്ന് പ്രതികളെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. അത് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്ത ഒരു ഗുരുതരമായ വധശ്രമം നടത്തിയവരല്ലേ. എന്നിട്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, T. ഗീനാകുമാരി ഇപ്പോൾ ബാർ കൗൺസിൽ അംഗം കൂടിയാണ്. ഈ ഇടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ ബാർ കൗൺസിൽ അംഗം. ബാർ കൗൺസിലാണ് അഭിഭാഷകരുടെ അവരുടെ ഡിസിപ്ലിൻ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമിതി എന്ന് പറഞ്ഞാൽ ബാർ കൗൺസിലാണ്. ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷക ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട നടപടിയെടുക്കേണ്ടതൊക്കെ അവരാണ്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇക്കാര്യത്തിൽ. കാര്യം കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂട്ടറാണ്. ഗീനാകുമാരിയെ സംബന്ധിച്ചിടത്തോളം അവരെ രാഷ്ട്രീയ ഭാവി പ്രധാനമാണ്. ഈ LDFനെതിരെ നിലപാട് സ്വീകരിക്കാൻ അവർക്കൂടെ കഴിയില്ല. ഇതിപ്പം കോടതിയുടെ ഈ ജാമ്യം കൊടുത്ത ഉത്തരവിനെതിരെ അപ്പീൽ പോകും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന് അപ്പീൽ പോകാനേ നേരമുള്ളൂ.
ഇപ്പോൾ ആലപ്പുഴ കേസ് എ ഡി തോമസിനെയും അജയ് ജുവലിനെയും തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസ് രക്ഷാപ്രവർത്തനം. ഈ രക്ഷാപ്രവർത്തനത്തിൽ ആ കീഴ്ക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം കൊടുത്തിട്ട് ആ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി സർക്കാർ ഹൈക്കോടതി പോയിരിക്കുന്നു. വീണ്ടും പോയി അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. ഇനി ഇതിന് പോകണം, എല്ലാത്തിനും ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതി പിന്നെ പ്രീഡർമാർ വരെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതുകൊണ്ട് ജില്ലകളിലൊന്നും മാറിയിട്ടില്ല. ഓരോ കേസിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമോ? ഇപ്പം ഈ ജില്ലാ കോടതിയിൽ നടന്ന ഈ സംഭവം ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി തടയിടേണ്ടത് എന്തിനു വേണ്ടിയാണ്? ബാക്കിയുള്ളവർക്ക് ജാമ്യാപേക്ഷ വരികയാണ്, അയക്ക് കൊടുത്തു, ഞങ്ങൾക്ക് തന്നിട്ടില്ല, അത് പിന്നെ കോടതി നീതിരഹിതമാണ് എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ അന്നേരം ഇവിടെ ആകെ ഇവർക്ക് വാദിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, അയാൾക്ക് ആ വിധിക്കെതിരെ ഞങ്ങൾ അപ്പീലിന് പോയിട്ടുണ്ട്, അല്ലാതെ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ രാഷ്ട്രീയ പക്ഷപാതിത്വമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് പറ്റില്ല. ഞങ്ങൾ ആ വിധിക്കെതിരെ അപ്പീലിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമല്ല അയാളുടെ ജാമ്യം റദ്ദാക്കേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പ്രതികളെയും പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടേ ഇനി എടുക്കും. ഇനി അവിടെ ഈ പ്രോസിക്യൂട്ടർ എന്താണ് പിന്നെ അവരുടെ നിലപാട് എന്തായിരിക്കും നമുക്കറിയില്ലല്ലോ. അത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. കാര്യം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നിയമവകുപ്പുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടും ജില്ലകളിലൊന്നും തന്നെ ഈ സർക്കാർ പ്രീഡർമാരെ നിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. ഇത് അടിയന്തര പ്രാധാന്യത്തോട് കാണണം. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇവർ കാട്ടിക്കൂട്ടിയ അതിഭീകരമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അതിനെതിരെ നിയമ നടപടി വരണമെങ്കിൽ സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ വരണം, അല്ലെങ്കിൽ LDFന്റെ പ്രോസിക്യൂട്ടർ അവിടെ നിന്നിട്ട് ഒന്നും സംഭവിക്കാനില്ല. അല്ല, സർക്കാർ നയത്തിനെതിരായിട്ട് ഒരു പ്രോസിക്യൂട്ടർ കോടതിയിൽ തീരുമാനമെടുക്കുക ആലോചിച്ച് നോക്കി. സർക്കാരിൻ്റെ നയം എന്താണ്? ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, ഇവരെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടായിരുന്നു, കസ്റ്റഡി മേടിച്ചു, എന്നാലും നിലവിൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, ഒരു കീഴ്വഴക്കത്തിന് കാരണമാകും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഈ നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പ്രോസിക്യൂട്ടറെ അറിയിക്കുന്നു. ഈ പ്രോസിക്യൂട്ടർ നേരെ അവിടെ കയറി ഇയാൾക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ്, ഇയാളുടെ ജാമ്യാപേക്ഷ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, അയാൾക്ക് ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു സർക്കാർ ഭരണം മാറിയിട്ടും ആ സർക്കാരിൻ്റെ നയങ്ങളോ അവരുടെ രീതികളോ ഒന്നും നടപ്പിലാക്കാൻ അല്ലെ കോടതികളിൽ നേരിടാൻ പറ്റുന്നില്ല. സർക്കാർ ഓഫീസുകളൊക്കെ ഇതേ പ്രശ്നമുണ്ട്. അവിടെ ഇപ്പോഴും ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞില്ല, സർക്കാർ അറിയാത്ത കുറേ ഉദ്യോഗസ്ഥന്മാരിവിടെ ഉണ്ടെന്ന്. അത് ശരി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അടിമകളായി പോയി മാറിപ്പോയ കുറേ ആളവിടെ ഇരിപ്പുണ്ട്. അവർ തന്നെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. പ്രോസിക്യൂട്ടറിൻ്റെ കാര്യത്തിൽ ഇതിനെ അവരെ നിയോഗിച്ചത് LDF ആണ്. അവർക്ക് തീർച്ചയായിട്ടും വിധേയത്തുള്ള LDFനോട് തന്നെയാണല്ലോ. അല്ലാതെ മറിച്ചൊരു തീരുമാനമൊക്കെ അവർക്ക് വ്യക്തിപരമായി കഴിയുകയില്ല. എന്താണെങ്കിലും വളരെ വലിയ ഒരു പ്രശ്നമാണ്. ഇനിയും ഒരുപാട് കേസുകൾ വരാനുണ്ട്. ഈ കേസുകളിലെല്ലാം സർക്കാർ ഇതേ നിലപാട് സ്വീകരിച്ചാൽ ഈ പ്രതികളൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്ന നിലപാട് കോടതിയിലെത്താതെ വരുന്നത് വലിയ ഞെട്ടിക്കുന്ന വസ്തുത. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും പേഴ്സണൽ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരാരെങ്കിലും നിയമവകുപ്പ് കൈകാര്യം ചെയ്യണം ആരും നമുക്കറിയില്ല. നിയമവകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും അധികം മുഖ്യമന്ത്രിക്ക് തലവേറുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് നിയമവകുപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ അതിന് കൃത്യമായി ചുമതലയുള്ള ആളെ നിയോഗിക്കുക, അവർ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത് ഈ പ്രീഡർ ആരാവണം എന്നുള്ള ചൊല്ലിയുള്ള തർക്കവും കുസ്തിയൊക്കെ ആയിരിക്കും. ലോയേഴ്സ് കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുക്കുമായിരിക്കും. അവർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഈ ലിസ്റ്റിൽ വന്ന ഫലം BJP-കാരും CPM-കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല. CPI-കാർ കയറി അതിനെ പാർട്ടി പറഞ്ഞിട്ട് അവർക്ക് പിന്മാറേണ്ടി വന്നു. ശബരിമലയിൽ അങ്ങനെ ഒരു വിഷയം വന്നു. അപ്പോൾ ഈ പ്രീഡർമാരുടെ കാര്യത്തിൽ വലിയ വ്യാപകമായ തോതിലുള്ള ഒരു അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇത് സർക്കാരിന് ഒരുപാട് ദോഷം ചെയ്യും. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലിനെ കൊണ്ടുവന്ന് ദേവസ്വം ബെഞ്ചിനകത്ത് തന്നെ, അതായത് ദേവസ്വം വകുപ്പിൽ തന്നെ സ്പെഷ്യൽ പ്ലീഡറാക്കിക്കൊണ്ട് വെച്ചു. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. എന്താണെങ്കിലും ശരി, നമ്മളിപ്പോൾ പറയുന്നത് ബാലാരിഷ്ടതയാണ്. എങ്കിൽ പോലും ഇത്തരം നിർണായക സ്ഥലങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന റീന കാറ്റിൽ പോയപ്പോൾ ആ കാറ്റിൽ നിന്ന് തിരിച്ച് കാറ്റിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ ആളില്ല, സർക്കാരിന് വേണ്ടി വാദിക്കാൻ ആളില്ല. അങ്ങനെ അവർക്ക് അനുകൂല ഉത്തരവ് ഉണ്ടായ ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇത് മാറേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് പോലീസ്, ഈ നിയമപാലനം, അതുപോലെ ഈ നിയമനിർവഹണം തുടങ്ങിയ മേഖലകളിലെങ്കിലും യഥാർത്ഥത്തിലുള്ള ഈ നിലവിൽ മുൻ സർക്കാർ നിയമിച്ചിട്ടുള്ള അന്തംഗമികൾ, നമുക്കറിയാം അത് കോൺഗ്രസ്സുകാരനായ ഒരാളാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ല. ഇവർ CPM-കാർ മാത്രമേ ഇത്തരം പരിപാടികൾ കാണിക്കാം. പാർട്ടി നിർദ്ദേശം കാണും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി പറഞ്ഞാൽ അനുസരിച്ചേ പറ്റും. അതാണ് CPM. എന്തായാലും ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് മാറ്റി നിയമിച്ചില്ലെങ്കിൽ സതീശൻ സർക്കാരിന് വലിയ പേരുദോഷം തന്നെ ഉണ്ടാവും.